നമസ്കാരം. ട്രംപിന് കടലിൽ ശവക്കല്ലറ ഒരുക്കി ഇറാൻ. US പടയെ മിസൈലിൽ മുക്കിയതും ഇറാൻ തന്നെയാണ്. അടിച്ചാൽ പിന്നെ US പട എഴുന്നേൽക്കില്ല. പടക്കപ്പലുകൾക്ക് ഇറാന്റെ കടലിൽ തന്നെ ശവക്കല്ലറ ഒരുങ്ങുകയാണ്. 47 വർഷമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വാചകം അത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ട്രംപിന്റെ കുറ്റസമ്മതമായി ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖമേനിയുടെ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് ആ വെല്ലുവിളിയെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അതായത് ഏതെങ്കിലും തരത്തിൽ US പട ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ പിന്നെ എണീറ്റ് നിൽക്കുവാൻ US പട ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ പടക്കപ്പലുകൾക്ക് മേൽ ഇറാന്റെ കടലിൽ തന്നെ ശവക്കല്ലറ ഒരുക്കി അതിനെ കുഴിച്ചു മൂടുമെന്നുള്ള വാചകം തന്നെയാണ് ആയത്തുള്ള അലി ഖമേനി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നത് ലോകത്തെ വരെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമെന്ന് അവകാശപ്പെടുന്ന US സേനയെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തകർക്കാൻ ഇറാന് കഴിയുമെന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത്. ട്രംപിന്റെ മുൻപത്തെ ചില പ്രസ്താവനകളുണ്ടല്ലോ, ആ പ്രസ്താവനകളെയൊക്കെ ആയുധമാക്കിയാണ് ആയത്തുള്ള അലി ഖമേനി എക്സിലൂടെ വളരെ കൃത്യമായി ആഞ്ഞടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ പറയുന്നത്. കുറ്റസമ്മതത്തിന് നന്ദി മിസ്റ്റർ ട്രംപ്. 47 വർഷമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ട്രംപ് സമ്മതിച്ചിട്ടുണ്ട്. അതൊരു നല്ല കുറ്റസമ്മതമാണ്. ഞാൻ പറയുന്നു, ഇനി നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇതാണ് ഖമേനി കുറിച്ചു വെച്ചത് എക്സിൽ. അതായത് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇറാനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് യുദ്ധക്കപ്പലുകൾക്ക് ശവക്കല്ലറ ഒരുക്കാൻ പോകുന്നു ഇറാന് സമീപം US വിന്യസിച്ചിരിക്കുന്ന വമ്പൻ പടക്കപ്പലുകളെയും യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ് എന്ന് പറയപ്പെടുമ്പോഴും എന്നാൽ അവയെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിനേക്കാൾ അപകടകാരികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയപ്പെടുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് പരിഹാസ രൂപേണ പറയുമ്പോഴും ഒരു കാര്യം അതിനകത്ത് ഉറപ്പുണ്ട്. US വിന്യസിച്ചിരുന്ന വമ്പൻ പടക്കപ്പലുകൾക്ക് കീഴിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് മിസൈൽ വർഷം ചൊരിയുവാൻ അവർക്ക് നിമിഷ നേരം മതി എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ USS എബ്രഹാം ലിങ്കണ് ഇറാന് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് അതുടൻ പശ്ചിമേഷ്യയിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടി എത്തിക്കഴിഞ്ഞാലും ഈ രണ്ട് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും അല്ലെങ്കിൽ പടക്കപ്പലുകളെയും നാമാവശേഷമാക്കുമെന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക എന്നതാണ് അമേരിക്കയോട് അവർ ആവശ്യപ്പെടുന്നത്. US സൈനിക ശക്തിയെ തരം താഴ്ത്തിക്കൊണ്ടായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത പോസ്റ്റ് വന്നത്. ലോകത്തിലെ 1-ാം നമ്പർ സൈന്യമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഒരിക്കൽ പ്രഹരമേറ്റാൽ പിന്നീട് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധം അമേരിക്കൻ സൈന്യം തകർന്നു പോകുന്ന സമയം വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ US സൈനിക വിന്യാസത്തിന് മറുപടിയായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസം തുടരുമ്പോൾ അമേരിക്കയുടെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ പോലുള്ള ആണവ വിരുദ്ധ നീക്കങ്ങളെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത്. സത്യത്തിൽ ഖമേനി പറഞ്ഞത് വെറുതെ ആയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. സൈനികാഭ്യാസം നടന്നിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായിട്ട് അടയ്ക്കുന്നു, വിപണികളിൽ ആശങ്ക ഉളവാക്കുന്നു, ലോകരാജ്യങ്ങൾ സ്തബ്ധരായി പോകുന്നു. അതായത് ഈ അമേരിക്കയുമായിട്ടുള്ള ജനീവയിൽ നിർണായകമായിട്ടുള്ള ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സൈനികാഭ്യാസം നടത്തുന്ന ഇറാൻ എന്തിന്റെ പേരിലാണ് നടത്തിയത്? കാരണം ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്ക് US സൈന്യം അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ യുദ്ധവാഹിനി കപ്പലുകൾ അല്ലെങ്കിൽ പടക്കപ്പലുകൾ, ആ പടക്കപ്പലുകൾ എന്ന് പറയപ്പെടുന്ന യുദ്ധത്തിന് സമാനമായിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സൈനികാഭ്യാസം നടത്താൻ ഇറാൻ തയ്യാറായത് എന്നുള്ളതാണ്. ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ്സ് കടലിടുക്കിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ടുള്ളതാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് ജലപാതയുടെ ചില ഭാഗങ്ങൾ താൽക്കാലികമായിട്ട് അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. കടലിൽ എത്തപ്പെട്ട യുദ്ധക്കപ്പലുകളെ കടലിൽ തന്നെ തീർക്കാനാണ് ഇറാന്റെ ശ്രമം എന്ന് പറയപ്പെടുന്നത്. ഇറാന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും കപ്പലുകളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമൂസ് കടലിടുക്കിലെ നിശ്ചിത ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിച്ചു എന്ന് ഇറാനിലെ തസ്നിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ഹോർമൂസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ ഷിപ്പിംഗ് സുരക്ഷ കണക്കിലെടുത്ത് അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന പാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയപ്പെടുന്നത്.
ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഒമാനി അംബാസഡർ വസതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചിയും അമേരിക്കയുടെ പ്രതിനിധികളും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തു. പരോക്ഷമായിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷെ ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. ചർച്ചകൾ അല്പം കൂടി ക്രിയാത്മകമായിരുന്നു എന്ന് പൊതുവായിട്ടുള്ള ചില തത്വങ്ങൾ ധാരണയായി എന്നൊക്കെ അബ്ബാസ് അർഗച്ചി വ്യക്തമാക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരിക്കലും വിജയിക്കാത്ത ഒരു ചർച്ചയായിരുന്നു എന്ന് വേണം പറയാൻ. എങ്കിലും ഉടൻ ഒരു കരാറിലെത്താൻ കഴിയില്ല എന്നും അവർ പറയുന്നുണ്ട്. ഇറാന്റെ തന്ത്രമല്ലാതെ ഇറാൻ പറയുന്നതാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്ന സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. ഇതിന് മറുപടി എന്നോണമാണ് ഹോർമുസിലെ സൈനികാഭ്യാസം. യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ് എന്ന് പറയുകയും എന്നാൽ അവയെ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്താൻ കഴിയുന്ന ആയുധങ്ങൾ അതിലും വലിയ അപകടകാരികളാണ് എന്ന ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പുകൾ എന്ന് പറയപ്പെടുന്നത് നൽകുന്നത് നിങ്ങൾ എത്രയൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും അല്ലെങ്കിൽ സൈനിക സംവിധാനങ്ങൾ ഒരുക്കിയാലും അവയൊക്കെ നിമിഷ നേരം കൊണ്ട് തകർക്കുവാനുള്ള കരുത്തുള്ള രാജ്യമാണ് ഇറാൻ എന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതേസമയം മേഖലയിൽ സംഘർഷ സാധ്യത തുടരുന്നതിനിടെ US വീണ്ടും 2 വിമാനവാഹിനി കപ്പലുകളെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. ഇതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം പശ്ചിമേഷ്യയിലെത്തിയ USS എബ്രഹാം ലിങ്കൺ ഇറാനോട് അടുത്ത തീരത്താണ് കിടക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് ആഴ്ചകൾക്കുള്ളിൽ മേഖലയിൽ എത്തുമെന്നുള്ള വിവരമാണ് വരുന്നത്. അങ്ങനെ USA സൈനിക വിന്യാസത്തിന് മറുപടിയായിട്ടാണ് ഹോർമുസ് കടലിടുക്കൽ ഇറാൻ അവരുടെ ശക്തി പ്രകടനം വളരെ കൃത്യമായി നടത്തുന്നത് എന്നുള്ള വിലയിരുത്തൽ അടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, എത്രയൊക്കെ നിങ്ങൾ സൈനിക അഭ്യാസങ്ങൾ നടത്തുകയോ സൈനിക വിന്യാസങ്ങൾ നടത്തുകയോ ചെയ്താലും അമേരിക്കക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്താൻ പോകുന്നവരാണ് ഇറാൻകാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരെ എഴുതി തള്ളാൻ കഴിയില്ല എന്നർത്ഥം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ട്രംപിന് കടലിൽ തന്നെ ശവക്കല്ലറ ഒരുക്കുന്ന തരത്തിലേക്ക് ഇറാൻ എത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല US പടയെ, അതായത് ട്രംപിന്റെ അമേരിക്കയുടെ പടയെ മിസൈലിൽ മുക്കി കൊല്ലാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം എന്നുള്ളതാണ്. അങ്ങനെ ഏത് തരത്തിലും യുദ്ധം വന്നു കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ ലക്ഷ്യം ട്രംപിനെ.